അങ്ങനെ പൂജക്കിടയിൽ നിന്നും നയന അനന്തൂര് സുഖയിലും നിറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഈ ഒരു വിഷയം പറഞ്ഞ് അനന്തൂരിൽ ആകെപ്പാടെ ഒച്ചപ്പടം പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാനകി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇവളുടെ സ്ഥിരം പരിപാടിയാ, എന്തൊരു പൂജ എവിടെ നടന്നാലും അവൾ അപ്പൊ തന്നെ മുങ്ങിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നയനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ആദർശ് ജാനകിയോടും ജലജയോടും ഒക്കെ ചൂടാവുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, അല്ല ആദർശേ എവിടെ പോയതാ, എന്തായാലും അത് അറിയണമല്ലോ. ഇവരൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അത് എവിടെ പോയി അറിഞ്ഞാലല്ലേ പറ്റുള്ളൂ. അതും ഈ വീട്ടില് ഇത്രയ്ക്ക് അത്യാവശ്യത്തിന് കൂടിയിട്ട് ഒരു പൂജ നടക്കുമ്പോൾ അവൾ ഇല്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അവളൊന്ന് വിളിച്ചു നോക്കണമെന്ന് പറയുമ്പോൾ, അല്ല ആദർശേ നീ കാര്യം പറ, എന്താ കാര്യം ഇപ്പോഴും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മളെ കഴിഞ്ഞ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണത്തുനിന്ന് കാണാണെങ്കിൽ എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാവും കേട്ടോ. അങ്ങനെ ഈ സമയത്ത് കാണിക്കുന്നത് നയന ഓട്ടോയിൽ കയറിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ആ സമയത്ത് എല്ലാം അവൾ നന്ദുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ ഫോണൊന്നും റിങ് ചെയ്യുന്നില്ല കേട്ടോ. അവള് കരഞ്ഞു കാറി കൂവിക്കൊണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആദർശ് പറയാണ്, അത് മുത്തശ്ശ എന്ന് പറയുമ്പോൾ, പറയടാ എന്തിനാണ് പോയത്, കാര്യം പറയാന്ന് പറയുന്നുണ്ട്. ആരോ ഒരാൾ ഫോൺ ചെയ്തു, ഒരു ലേഡിയെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു നന്ദുവിന് ഒരു ആക്സിഡന്റ് പറ്റി, സിറ്റി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്, ICUലാണെന്നാ പറഞ്ഞത്, ബോധമൊന്നുമില്ല, ഒരുപാട് ബ്ലഡും പോയെന്നാൾ പറഞ്ഞെന്ന് പറയാണ്. എന്റെ ഈശ്വരാന്ന് പറഞ്ഞ് ചങ്കത്ത് കൈവെക്കാണ് മുത്തശ്ശനും ഒക്കെ കേട്ടോ. അപ്പോഴേക്കും എനിക്ക് ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയാവാണ്. നവ്യ കരഞ്ഞുകൊണ്ട്, അയ്യോ ആദർശേട്ടാ എന്റെ നന്ദുമോക്ക് എന്താ പറ്റിയത്, എന്നെ സംഭവിച്ചെന്ന് ചോദിക്കാണ്. അറിയില്ല നവ്യ, ഇപ്പോൾ അവൾക്ക് കോള് വന്നത്. അവള് ചെന്നപ്പോഴേക്കും അവിടെ ഇങ്ങനെ പറഞ്ഞു ICUലാണെന്ന്, പെട്ടെന്ന് നമ്മൾ ആരും അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോയെന്ന് പറയുമ്പം ജാനകി ചോദിക്കുന്നുണ്ട്, അതിനവൾക്ക് പറഞ്ഞിട്ട് പോയതെന്താ കുഴപ്പമെന്ന് ചോദിക്കാണ്. അത് വേറെ നല്ല ചെറിയമേ, അവളോട് എന്ന് പറഞ്ഞാല് മുത്തശ്ശിക്കും അത് ആകെപ്പാടെ വിഷമാവും, അവർക്കൊരു ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ അനീതെ മനാമികരെയും ഈ പൂജ മുടങ്ങാൻ പാടില്ല, ഇതറിഞ്ഞാല് ആ പൂജന മുടങ്ങിപ്പോവും, അവരുടെ ദാമ്പത്യം നല്ല മനോഹരമായിരിക്കണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അവൾ പോയെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനി പറയാണ്, എന്താ ഏട്ടാ ഇത്, നന്ദുവിന് ആക്സിഡന്റ് കണ്ടിട്ടാണോ ഏട്ടോട് ചുമ്മാ നിൽക്കുന്നത്, ബാ നമുക്ക് നന്ദുവിടത്തേക്ക് പോവാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനാമയെ നിന്നൊരു കൈ പിടിച്ച് ചോദിക്കാണ്, എന്താ പറഞ്ഞത്, അവളുടെ അടുത്തേക്കോ, നിങ്ങളോ, ഞാൻ വിട്ടത് തന്നെ പറയുമ്പോഴേക്കും അനി അവളുടെ കൈ പിടിച്ച് തട്ടിമാറിയിട്ട് പറയുന്നുണ്ട്, നീ എന്റെ കാര്യത്തിൽ കൂടുതൽ അധികാരം കാണിക്കാൻ വരണ്ട, നീ എന്റെ ഭാര്യയായിരിക്കും, ശരി തന്നെയാ, പക്ഷെ അതിന് മുമ്പേ ഞാൻ മനസ്സിൽ കൊണ്ടാടുന്ന നന്ദുവിനെ, നീ ഒറ്റൊരുത്തി കാരണമാണ് ആ ബന്ധം നടക്കാതിരുന്നത്, ഇപ്പൊ നീ എന്നെ ടോർച്ചർ ചെയ്യാ, എനിക്ക് വയ്യ ഇതൊന്നും നടത്താണ്, ഈ പൂജ ചെയ്യുന്നതൊന്നും ഒരു കാര്യമില്ല, നിന്റെ മനസ്സിൽ ഞാനും എന്റെ മനസ്സിൽ ഞാനും സ്നേഹത്തോടെ എല്ലാം ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് ഈ ബന്ധം അധികം നാൾ നിലനിന്ന് പോകാൻ പോകുന്നില്ല, എനിക്ക് എന്റെ നന്ദുവിനെ കാണണം, അവർക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അനിയും ആദർശും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഈ സമയം അനാമിക കരയുന്ന പോലെ എല്ലാവരും മുമ്പിൽ വെച്ച് അഭിനയിക്കാണ് കേട്ടോ. അപ്പോഴേക്കും ജാനുവിന്റെ കെട്ടിപ്പിടിച്ച് പറയാണ്, മോളെ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട മോളെ, ആ നന്ദു അവളെ ഒരു കാലത്ത് സ്വൈര്യം കൊടുക്കില്ല എന്റെ മോക്ക്, വിവാഹം കഴിഞ്ഞിട്ട് പോലും ഒരു സമാധാനം ഈശ്വര, എങ്ങനെയെങ്കിലും ഇതിന് ഞാൻ തീരുമാനം ഉണ്ടാക്കുമെന്ന് ജാനകി ഉടനെ പറയാണ്. മുത്തശ്ശി പറയാണ്, എന്താ ജാനകിയത്, നീ ഒരു മനസാക്ഷിയിലെ സംസാരിക്കുന്നത്, ഇവിടുത്തെ മരുമക്കളായ നവ്യയുടെ നയയുടെ അനിയത്തിയാത്, അനിയത്തിക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചെന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ് നീ ബിഹേവ് ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക പറയാണ്, അല്ലെങ്കിലും മുത്തശ്ശൻ അങ്ങനെ അവരുടെ സൈഡ് മാത്രമേ പിടിക്കുള്ളൂ, അനിയേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ അനിയേട്ടന്റെ കാര്യത്തിൽ ഇടപെടുണ്ടായിരുന്നു, നന്ദു ആ ഏട്ടനെ വിളിയെന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക കരയുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, അത് ഈ ഒരു ദേഷ്യത്തിന് പുറത്ത് പറഞ്ഞതാ മോളെ, അല്ലാതെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, മോളെ സ്നേഹം, ജാനകി മോളെ കൊണ്ട് മുറിയിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് മുത്തശ്ശി പറഞ്ഞു വിടുന്നുണ്ട്. നവ്യയും അവിടെ കസേരപ്പടിങ്ങനെ പൊട്ടിക്കറിയാണ്. അപ്പോഴേക്കും അബിക്ക് നവ്യയോട് ചില സ്നേഹമൊക്കെയാണ് കേട്ടോ. അബി പോയിട്ട് നവ്യോട് പറയുന്നുണ്ട്, സാരമില്ല നവ്യ, നീ സമാധാനപ്പെട്, ഇങ്ങനെ സമയത്ത് കരയാനൊന്നും പാടില്ല, ആദർശും അനിയൊക്കെ പോയിട്ടുണ്ടല്ലോ, ഞാൻ കൂടെ വേണേ പോകാം, ബാ നിന്നെയും കൊണ്ടുപോകാന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, വേണ്ടടാ അവളെ ഇപ്പൊ കൊണ്ടുപോകണ്ട, നീ പോകുന്നെങ്കിൽ പോയിട്ടൊന്ന് പറയുന്നുണ്ട് കേട്ടോ. നവി പറയുന്നുണ്ട്, വേണ്ട അഭിയേട്ടൻ പോവണ്ട, ആദർശനൊക്കെ പോയല്ലോ, എന്താ വിവരം പറഞ്ഞിട്ട് നമുക്ക് പോകാമെന്നൊക്കെ അവൾ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോ ജലജ ഓർക്കാണ്, എന്റെ ഈശ്വര ഇവരെന്തൊക്കെ ഈ കാണിക്കുന്നത്, ഇവനിപ്പോ അവളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ, എങ്ങനെയെങ്കിലും എണ്ണം നമ്മൾ പിരിക്കാൻ നോക്കുമ്പോഴാ രണ്ടുപേരും നമ്മൾ അടുത്തു കൂടുന്നേ എന്നൊക്കെ ജലജ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നയന അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചോദിക്കുമ്പോൾ പറയാണ്, ഇവിടെ അങ്ങനെ ആക്സിഡന്റ് കേസ് വന്നിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയന അവിടെയുള്ള 3-4 ഹോസ്പിറ്റലിലേക്ക് ചോദിച്ചിട്ട് പോലും ഇവിടെ അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടേ ഇല്ലെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ കുറെ നേരം തന്നെയുള്ള വീണ്ടും അമ്മേനെ വിളിച്ചു നോക്കുകയാണ്. അമ്മേനെ വിളിച്ചു നോക്കുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, അമ്മേ നന്ദു ഇവിടേക്ക് അത്യാവശ്യം ഒരു കാര്യം സംസാരിക്കാന്ന് പറയുമ്പോൾ നന്ദുമോളുണ്ട്, റൂമിൽ കിടക്കുക, എന്താ മോളെ കൊടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. നന്ദൂടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ മോളെ നന്ദൂടെ ഉണ്ട്. അല്ല അവളുടെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അമ്മ എനിക്ക് കൊടുക്കാവോന്ന് ചോദിക്കാണ്. അങ്ങനെ കനകം കൊണ്ടിട്ട് ഫോണ് നന്ദൂര് കൊടുക്കുന്നുണ്ട്.
നന്ദു നീ എന്റെ ഫോൺ വിളിച്ചെടുക്കാൻ ചോദിക്കുമ്പോഴേക്കും അയ്യോ സോറി ചേച്ചി, ഫോണ് സ്വിച്ച് ഓഫ് ആയി പോയി, ഫോൺ ചാർജ് കുത്തിയിട്ടേക്കാ, ഞാൻ ഗ്രൗണ്ടിൽ പോയിരിക്കായിരുന്നു, അപ്പൊ സ്വിച്ച് ഓഫ് ആയി പോയതാ, എവിടെ നിന്ന് കുത്തിയിട്ട് പോയി കുറച്ച് റെസ്റ്റ് എടുക്കാറുന്ന് പറയുന്നുണ്ട്. ആണോ മോളെ, എന്റെ ചേച്ചി വിളിച്ചേ? ഒന്നുമില്ല മോളെ, മോളെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ, അതുകൊണ്ട് വിളിച്ചാന്ന് പറഞ്ഞിട്ട് അവള് കട്ടാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ നിന്നുള്ള സങ്കടപ്പോഴാണ്. ഈശ്വര, എങ്ങനെ മാറായിരിക്കും ഇങ്ങനെ കളത്തിൽ വിളിച്ച് പറഞ്ഞ് ആലോചിക്കാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശും അനിയും കൂടെ കൂടിയിട്ട് നയനെ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വരുമ്പോഴേക്കും നയനെ പറയാണ്, ആദർശിട്ടാ ഇവിടെയും എല്ലാ ഹോസ്പിറ്റലും അന്വേഷിച്ചു, അപ്പൊ ഇവിടെ ഒന്നും ആരും ഇല്ലെന്ന് പറഞ്ഞത്. ഞാനങ്ങനെ സംശയം അമ്മയെ വിളിച്ചപ്പം നന്ദോടുണ്ടെന്നാ പറഞ്ഞത്, നന്ദോട് സംസാരിക്കുകയും ചെയ്തു. പിന്നെ ആരായിരിക്കും ആദർശിട്ടാ അങ്ങനെ വിളിച്ച് പറഞ്ഞെന്ന് ചോദിക്കാണ്. ആദർശ് പറയണ ശരിയാ, ഞാനും കേട്ടതാണല്ലോ ഒരു ലേഡി വിളിച്ച് പറഞ്ഞത്, അത് ആരായിരിക്കും? ആരാണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് വിളിച്ച് പറയാ ഒരാൾ ആക്സിഡന്റ് ആയിപ്പോയിന്നൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞാലേ എന്തൊരവസ്ഥയായിരിക്കും. എന്തായാലും ഞാൻ ആ ഫോൺ നമ്പർ പോലീസിനെ കൊടുക്കാം, സൈബർ സെൽ അന്വേഷിക്കട്ടെ, ആരാണെങ്കിലും അവരെ കയ്യോടെ പിടികൂടണം എന്നൊക്കെ ആദർശ് മനസ്സിലോർക്കുന്നുണ്ട്. അപ്പോഴേക്കും അനി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയനെ പറയുന്നുണ്ട്, അല്ല അനി, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നിന്റെ പൂജയല്ലായിരുന്നോ? അത് മുടക്കാൻ പാടില്ല ഞാൻ ആവശ്യമായിട്ട് പറഞ്ഞാണല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നെന്ന് ചോദിക്കാണ്. അല്ല ഏട്ടത്തി, നന്ദുവിന് സുഖില്ലെന്ന് അറിഞ്ഞപ്പോ പിന്നെ ഞാൻ അങ്ങനെ അവിടെ നിൽക്കാ. നന്ദു ഇപ്പോൾ എന്റെ മനസ്സിന് പോയിട്ടില്ല. ആദിശ്യേട്ടാ, അനാമിക ഒരിക്കലും ചെയ്യുന്ന പെണ്ണേയല്ല, അവളോട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കുന്നില്ല. അവളുടെ സ്വഭാവം അല്ലാത്തൊരു സ്വഭാവം, എന്നെ ഇറിറ്റേറ്റ് ചെയ്യുക, എപ്പോഴും എന്നെ ഒരുമാതിരി അടക്കി പിടിക്കുക, എന്നോട് ഭയങ്കരമായ ഒരു വൈരാഗ്യം പോലെയാ അവൾ പെരുമാറുക. എനിക്കതുകൊണ്ട് യാതൊരു സമാധാനം ജീവിതത്തിൽ ഇല്ലാതിച്ചിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ മാറൂടാ, നീ സമാധാനപ്പെട്ട്, അവളെ കുറച്ചു കുട്ടിയല്ലേ, അതുകൊണ്ട് അങ്ങനെയൊക്കെ, അതൊക്കെ മാറി ഒരു ദിവസം വരും എന്റെ മോനെ, അത് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആദർശ് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇതിനെ പിന്നുള്ള കള്ളി ആരാണെന്ന് ഉറപ്പായിട്ടും കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശും അനി നയനയും അവിടെ നിന്ന് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിലേക്ക് കയറി വരുന്ന കണ്ടപാടെ നവി ഓടിച്ചും ചോദിക്കാണ്, നയന നന്ദുവിന് എങ്ങനെയുണ്ട്, നന്ദിന് എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. ചേച്ചി, നമ്മൾ വിചാരിക്കുന്ന നന്ദിന് ഒന്നും സംഭവിച്ചില്ലെന്ന് പറഞ്ഞിട്ട് നയന ആ സ്ഥലത്ത് വെച്ച് നയനെ കോൾ ചെയ്തത് മുതല് ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചത് മുതൽ ഇവിടെ വരുന്നതിന് മുതലുള്ള കാര്യങ്ങൾ മുഴുവൻ നയന എല്ലാവരോടും പറയുന്നുണ്ട് കേട്ടോ. ആരോ ഒരാള് എന്നെ കള്ളത്തരമായിട്ട് ഫോൺ വിളിച്ചതാ, ആരാണെന്ന് ഇതുവരെ അറിയില്ല, ആ സിമ്മിലേക്ക് വിളിച്ചുകൊണ്ട് ഇപ്പൊ സ്വിച്ച് ഓഫാ, എന്നാൽ നമ്പർ പോലീസിനെ കൊടുത്തിട്ടുണ്ട്, അവർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ട്രാക്ക് ചെയ്യുന്ന പറഞ്ഞത് എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും അനാമിക വന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജലജ പറയാണ്, എന്തായാലും എന്താ തട്ടിക്കൊണ്ട് പോക്ക്, കള്ളത്തരം വിളിച്ച് പറയുക, എന്തൊക്കെ സംഭവങ്ങളാ രണ്ട് മരുമക്കളെ കുടുംബത്തിന് ശേഷം ഉണ്ടാവുന്നത്, ഒരു രക്ഷയില്ല ഈശ്വര എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. അപ്പോഴേക്കും അനി ഇങ്ങനെ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുകയാണ്, അല്ല മോനെ പൂജ ബാഗ് ചെയ്യണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മേ എന്റെ മനസ്സ് ആകപ്പാടെ മടിച്ചിരിക്കുക, ദയവ് ചെയ്ത് ഇതെല്ലാം പറക്കെടുത്തിന് പോകാൻ പറ, ജീവിക്കുന്നവര് വേണമെങ്കിൽ ജീവിക്കും, അതിൽ ഇതൊന്നും നോക്കിയിട്ടൊന്നും യാതൊരു കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവൻ അകത്തേക്ക് കയറി പോവാണ്. കണ്ടില്ലേമേ, കണ്ടില്ലേ പറഞ്ഞ തർക്കുത്തരം, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജാനകി ദേഷ്യപ്പെടുകയാണ്. അജയൻ പറയാണ്, ബാക്കി രണ്ടുപേരെ പൂജ നടത്ത്, ഞാൻ അവനെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്നോളാം എന്നൊക്കെ പറയാണ്. അങ്ങനെ അജയൻ പോയിട്ട് നയനോട് പറയുന്നുണ്ട്, ഇന്നപോലൊക്കെ അത് സംഭവങ്ങൾ, അതുകൊണ്ട് മോള് പോയി കൺവിൻസ് ചെയ്ത് പറയുമ്പം ശരി അച്ഛാ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവള് പോയി അനിയെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ രണ്ടും താഴേക്ക് നിൽക്കുകയും ബാക്കി പൂജകളെല്ലാം ചെയ്യുകയും ബാക്കി എല്ലാ പരിപാടികളും നടത്തുകയും ചെയ്യുന്നുണ്ട് കേട്ടോ.